ചെറിയച്ഛന് നമ്മൾ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലാ ഡൗട്ട്. അത് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നത്. പക്ഷേ ചന്ദ്രമതി ആന്റിയുടെ കാര്യം സൂക്ഷിക്കണം. എന്തായിരിക്കും അവരുടെ ഉദ്ദേശം എന്ന് പറയാൻ പറ്റില്ല. അത് ഞാൻ ആരാണെന്ന് അറിയാനുള്ള ശ്രമം തന്നെയാ. ആന്റി ഇപ്പൊ അതറിയുന്നത് പ്രശ്നമാണ്. അങ്കിളായിട്ട് പറയുന്നതിന് മുന്നേ വേറെ ആരെങ്കിലും പറഞ്ഞറിയുന്നത് പ്രശ്നമാണ്. അങ്ങനെ വന്നാ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. എന്റെ പിതൃത്വം അംഗീകരിപ്പിക്കുന്നതിനേക്കാളും വലിയ ഒരുപാട് ലക്ഷ്യങ്ങളും നമുക്ക് മുന്നിലുണ്ട്. വ്യക്തിപരമായ കാര്യത്തിന്റെ പേരിൽ നമ്മൾ കുറച്ചുപേരുടെ ഒരുപാട് നാളായുള്ള പരിശ്രമം വെറുതെ പോകാൻ പാടില്ല. കിരൺ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷം നമ്മളെല്ലാം ഉപേക്ഷിച്ച് പിന്മാറിയ കിരണ് ഒരിക്കലും അച്ഛനെയോ കുടുംബത്തെയോ തിരിച്ചു കിട്ടില്ല. ദുർഗ പറയുന്നതൊക്കെ ശരിയാ. ഒരു കുടുംബവും അച്ഛന്റെ സ്നേഹവും എല്ലാം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതുവാ. പക്ഷേ ഒരു പക്ഷേയില്ല. എന്ത് ലക്ഷ്യത്തോടെയാണോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് അതെല്ലാം നമ്മൾ നേടുക തന്നെ ചെയ്യും. പക്ഷെ കുറച്ചുകൂടി ശ്രദ്ധ വേണമെന്ന് മാത്രം. എന്തിനും കിരണിനൊപ്പം ഞാനുണ്ടാവും. അങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ല നാത്തുനെ. ഇപ്പൊ നമ്മളത് വിട്ടുകൊടുത്താലേ അവരിത് എന്നെ തുടരും. അത് പാടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് പറഞ്ഞാലും അതിനൊരു വിലയില്ലല്ലോ ഇവിടെ. അങ്ങനെ ആയാൽ ശരിയാവില്ലല്ലോ. ദുർഗ നല്ല രീതിയിൽ കല്യാണം കഴിച്ചു പോയതായിരുന്നെങ്കിൽ ഈ കാണിക്കുന്നതിനൊക്കെ ഒരു ന്യായം ഉണ്ടായിരുന്നു. ഇതങ്ങനെയല്ലല്ലോ. അവളായിട്ട് ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് നല്ല രീതിയിൽ പറഞ്ഞു വിട്ട കൊച്ചിനില്ലാത്ത പ്രാധാന്യം അവൾക്ക്. അതെങ്ങനെ ശരിയാവും? ഇവർ ഈ വേർതിരിവ് കാണിക്കുന്നത് കാണുമ്പോ പാവ അശുമൊക്കെ എന്തുമാത്രം വിഷമുണ്ടാകുമെന്ന് നാത്തുനൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് മാത്രോ, ആ വീട്ടുകാര് തന്നെ അമ്മയുടെയും മോന്റെയും വേർതിരിവ് മനസ്സിലാക്കില്ലേ? അത് ശരിയാ. പക്ഷെ ഞാനോ നീയോ എന്ത് ചെന്ന് പറഞ്ഞാലും അമ്മ അതിനൊരു വിലയും തരാൻ പോകുന്നില്ല. എന്റെ നാത്തൂൻ എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മതി. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞോളാം. കുടുംബത്തിന് നാണക്കേടുണ്ടാക്കി കല്യാണം കഴിച്ച് ഒരുത്തന്റെ കൂടെ അന്യ വീട്ടിൽ അതിക്രമിച്ച് കയറി താമസിക്കുന്ന അവർക്ക് ആ പ്രാധാന്യം കൊടുത്താ മതി. എല്ലാത്തിനും കൂട്ടായിട്ട് ആ കുട്ടമ്പിള്ള ഉണ്ടല്ലോ. അയാളെയൊക്കെ ആരാണാവോ പോലീസിലെടുത്തത്. അവന് ദുർഗയോടും കിരണിനോട് സ്നേഹ കൂടുതൽ തോന്നുന്നതില് ഒരു കുറ്റവും ഇല്ല. കാരണം അയാളും വേറൊരു വീട്ടിൽ വന്നു കയറി ഓസിന് താമസിക്കല്ലേ. എന്റെ ചേച്ചി, കിരണും ദുർഗയും ഇവിടെ താമസം തുടങ്ങിയതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ എനിക്ക് സംശയം തുടങ്ങിയത്. പക്ഷെ അത് മറ്റുള്ളവരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള തെളിവ് എനിക്ക് കിട്ടുന്നില്ല. അപ്പോ സഹദേവൻ പറയുന്നത് കിരണും ദുർഗയും കല്യാണം കഴിച്ചിട്ടില്ലെന്നാണോ? എന്താ സംശയം? ചേച്ചി, കല്യാണം കഴിച്ചവരെന്തിനാണ് രണ്ട് സ്ഥലത്ത് കിടന്നുറങ്ങുന്നത്? അതിൽ ഒരാള് താഴെയും ഒരാള് കട്ടിലും കിടന്നുറങ്ങുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടാണ്. അല്ലെങ്കിൽ ചേച്ചി ഒന്ന് ആലോചിച്ചു, കിരണും ദുർഗയും വഴക്കിടുന്നതോ ദുർഗ അവന്റെ അടുത്ത് പരാതിയോ പരിഭവമോ എന്തെങ്കിലും പറഞ്ഞ ചേച്ചി കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അല്ല, എന്നാലും പിന്നെ ചേച്ചി വെറുതെ ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട. അങ്ങനെ ഒരു സംഭവം നമ്മൾ ആരും കണ്ടിട്ടുമില്ല. ഈ ലോകത്ത് വെറുതെ എങ്കിലും വഴക്കിടാത്ത ഏതെങ്കിലും ഒരു ഭാര്യയും ഭർത്താവ് ഉണ്ടോ? ഉണ്ടോ? ചേച്ചി മഹിയേട്ടനുമായിട്ട് എത്ര തവണ വഴക്കിടുന്നത്? ഇനി ആ മഹിയേട്ടനെ ചേച്ചി എവിടെ ചേച്ചി കറങ്ങി നടക്കുന്നത്? രണ്ടാം നിലയാണ്, താഴെ വീണ തല പൊട്ടി ചാവും. ആ മഹിയേട്ടനെ ചേച്ചി കുറ്റം പറയത്തില്ല. ഇനി ഞാനും നീരജ് ഒരു മണിക്കൂറിൽ ഒരു 10-12 തവണയാണ് വഴക്കിടുന്നത്. ഇനി നമ്മുടെ തലമുറ അങ്ങ് വിട്. പൂർണിമ സഞ്ജയ് എന്തുവായിരുന്നു? ഇപ്പൊ അക്ഷിതയും പ്രത്യേകം നോക്ക്. അക്ഷിതേ എന്തൊക്കെ കുറ്റങ്ങളാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്ന് അറിയാവോ? അങ്ങനെ എന്തെങ്കിലും കിരണിന്റെയും ദുർഗയുടെയും ജീവിതത്തിലുണ്ടോ? അവര് വളരെ സമാധാനത്തില് ഇങ്ങനെ ഏതോ സ്വർഗലോകത്തിൽ നടക്കുന്ന കണക്കാണ് നടക്കുന്നത്. അതില് തന്നെ എന്തോ ഒരു ഉടായ്പില്ലേ ചേച്ചി? അത് ചിലപ്പോ സ്നേഹക്കൂടുതലുണ്ടാണെങ്കിലോ? കിടക്കുന്നു സ്നേഹ കൂടുതൽ. എന്റെ ചേച്ചി, സ്നേഹ കൂടുതൽ അത്രയ്ക്കുണ്ടെങ്കിലേ അവര് തങ്ങളെ വഴക്കുണ്ടായേനെ. ഇത് അതൊന്നും അല്ല. അവര് കണ്ട നിമിത്തം കണ്ട അവര് കല്യാണം കഴിച്ചിട്ടില്ല.
നിമിത്തം വരെ കാണിച്ചു. ചേച്ചി ഇത് അവര് വേറെ എന്തോ ഒരു ലക്ഷ്യം വെച്ചിട്ട് നോണ പറഞ്ഞ് ഇവിടെ കയറി കൂടിയിരിക്കുക. അങ്ങനെ കയറിയിട്ട് അവർക്ക് എന്താ പ്രയോജനം? അതെന്താണെന്നല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്ത് സംശയം? അവന്റെ ഐഡന്റിറ്റി കുറച്ച് പ്രശ്നമാണ്. ആരാ എന്താണെന്ന് അറിയാത്തൊരുത്തൻ പൂർണിമയുടെ അനിയനാണെന്നും പറഞ്ഞ് വീട്ടിൽ വരുന്നു. അവൻ പറയുന്നത് അംഗീകരിച്ച് പൂർണിമ അവനെ അനിയനായിട്ട് സ്വീകരിക്കുന്നു. അതിലെന്തോ ഒരു അസ്വാഭാവികതയില്ലേ? അതിപ്പം ദുർഗയുടെ ഭർത്താവ് ആയതുകൊണ്ടായിരിക്കും പൂർണിമ കിരണിന് ഇത്രയും സ്വാതന്ത്ര്യം കൊടുക്കുന്നെന്ന് ചിലപ്പോ ചേച്ചിക്ക് തോന്നി. അങ്ങനെയൊന്നും പൂർണിമ ആരെ അടുപ്പിക്കില്ലെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാലോ. ആണല്ലോ. അപ്പൊ ചേച്ചി സംശയിക്കുന്നത് കിരൺ ശരിക്കും പൂർണിമയുടെ അനിയനാണെന്നാണോ? അതായത് നമ്മുടെ ദേവേട്ടന്റെ മകനാണെന്നാണോ? അതെനിക്ക് ഉറപ്പില്ല. അങ്ങനാണെങ്കി പൂർണിമ ഇത് അംഗീകരിക്കുവോ? അറിഞ്ഞുകൊണ്ട് അവൾ ഇതൊക്കെ ചെയ്യോ ചേച്ചി? അതും എനിക്കറിയില്ല. അങ്ങനെ പല ചോദ്യങ്ങളും എന്റെ മനസ്സിലുണ്ട്. അതിനെല്ലാം ഉത്തരം കിട്ടുമെന്ന് അറിയാനാ ഞാൻ മുറി കയറി നോക്കിയത്. സമാധാനമായി. അപ്പോ നമുക്ക് രണ്ടുപേർക്കും അവനെ സംശയം ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി അവർക്കെതിരെയുള്ള നമ്മുടെ അന്വേഷണം ഒരുമിച്ചാവാം. കൊടുകൈ കൊട്. ചേച്ചി കൈയെടുത്ത് വെയ്യങ്ങോട്ട്. ഓക്കെ.